എമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. ഒരുപാട് നെഗറ്റീവ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതിനെ കൊണ്ട് ഞാനും ഹസ്ബൻഡും മോളോട് ഇന്നലെ പോയിട്ട് എമ്പുരാൻ സിനിമ കണ്ടു. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ആളുകൾ ഇത്രയും നെഗറ്റീവ് പറയുന്നതെന്നൊരു തോട്ട് വന്നിട്ടോ. ഞങ്ങൾക്ക് സിനിമ ഒരുപാട് ഇഷ്ടമായി. ഇതൊരു റിവ്യൂവും കാര്യങ്ങളും ഒന്നും അല്ല, ഇത്രയും നെഗറ്റീവ് വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഇതിൽ സിനിമ പോയി കണ്ടപ്പം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടു, ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു, ഭയങ്കര ലാഗായിരുന്നു എന്നൊക്കെ പറയണത് കേട്ടു. പക്ഷേ എനിക്ക് ഏറ്റവും വാവ് ഫാക്ടേഴ്സ് ഫീൽ ചെയ്തിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഒരു ഡയറക്ടർ ബില്യൻസ് എത്രമാത്രം ഉണ്ടോ അത് അത്രമാത്രം കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് ക്രിയേറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. മോഹൻലാലിൻ്റെ ഒക്കെ എൻട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയല്ല, മാരകമായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റത്തെ ഒരു 20 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കുന്ന ആ ഒരു കലാപം, എൻ്റെ അമ്മ ഒന്നും പറയാനില്ല കേട്ടോ. ശരിക്കും നമ്മൾ ആ ഒരു സംഭവം ശരിക്കും ആലോചിച്ചു പോകും, ഇത്രയ്ക്ക് ഈ ഒരു രീതിക്കൊക്കെ ആയിരുന്നു അത് നടന്നിട്ടുള്ളതെന്ന്. അത്രയും ഒറിജിനാലിറ്റി തോന്നുന്ന രീതിക്ക് അത്രയും നന്നായിട്ട് ഇനി ഇതിൻ്റെ ഒരു ലെവലില്ല, എക്സ്ട്രീം ലെവലിലാണ് പൃഥ്വിരാജ് ചെയ്തു വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഓരോ സീൻസ് വരുന്ന സമയത്തും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ആളുകളുടെ ഒരു എഫേർട്ട് അത് എത്രമാത്രമാണെന്നുള്ളത് ഈ സിനിമേൻ്റെ ഓരോ സീക്വൻസ് കാണുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒരു ഇന്റർനാഷണൽ ലെവലിലൊരു സിനിമ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ ജനിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ചിലപ്പം വന്നേക്കാം, പക്ഷെ ഇതുവരെ ഇത്രയും ഒരു ഇന്റർനാഷണൽ ലെവലിൽ തോന്നിക്കുന്ന രീതിക്കുള്ള ഒരു സിനിമ വന്നിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും. അത്രയ്ക്ക് നന്നായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് തന്നെ എല്ലാ സീക്വൻസും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം ഏതൊരു സിനിമ കാണുന്ന സമയത്തും മറ്റുള്ള ആളുകളുടെ റിവ്യൂസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് റിവ്യൂ ആയിട്ട് ഇട്ടതൊന്നുമല്ല, പക്ഷെ എനിക്ക് ഈ ഒരു സിനിമ കണ്ട സമയത്ത് ഒരുപാട് ആൾക്കാർ ഒരുപാട് നെഗറ്റീവ് പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയണം എന്ന് തോന്നിയത് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മളിപ്പം ഓരോ കാര്യങ്ങളും മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഞാൻ മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായം നോക്കൂല, ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിനനുസരിച്ച് എന്തൊരു കാര്യവും ചെയ്യും എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ ഈ സിനിമേൻ്റെ കാര്യം മാത്രം വരുന്ന സമയത്ത് നമ്മൾ കുറേ ആളുകളുടെ റിവ്യൂസ് കേൾക്കും, അല്ലെങ്കിൽ റിവ്യൂസ് രണ്ടാൾക്കാരോട് ചോദിക്കാം ആ സിനിമ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഈ സിനിമ എങ്ങനെയുണ്ട്. ഇതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടല്ലേ, അതൊരു സിനിമയാവട്ടെ മറ്റെന്തൊരു കാര്യമാവട്ടെ. ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവിൻ്റെ ഒരു ഘോഷയാത്രയായിരുന്നു. വെട്ട് വേണം, തിരുത്ത് വേണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും നമ്മളതായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. മറ്റുള്ള ആൾക്കാർ പറയുന്നത് നോക്കാതെ നമ്മൾ പോയിട്ട് സിനിമ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് മൂന്നാൾക്കും സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇത്രയ്ക്ക് മാത്രം നെഗറ്റീവ് പറയാനോ വെട്ടി മാറ്റേണ്ട ആവശ്യമോ ഒന്നുമില്ല. സിനിമ വെട്ടി മാറ്റുന്നതിൻ്റെ മുന്നേ എന്താണ് ഇതിന് മാത്രം എന്നുള്ളത് നോക്കാൻ തന്നെയായിരുന്നു സിനിമ പോയി കണ്ടിട്ടുള്ളത്. വെട്ടി മാറ്റേണ്ട ഒരു ആവശ്യമുള്ള ഒരു സീൻസ് പോലും ഈ ഒരു സിനിമയിലുണ്ടെന്ന് തോന്നിയിട്ടില്ല. കാരണം വെട്ടി മാറ്റാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ സിനിമയെ സിനിമയായിട്ട് കാണാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമേൻ്റെ ഫൈറ്റ് സീക്വൻസ് ആവട്ടെ, സിനിമാറ്റോഗ്രാഫി ആവട്ടെ, എല്ലാം ക്യാമറ വർക്കൊന്നും ഒരു രക്ഷയില്ല എന്ന് പറയാം കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ടുള്ള ഓരോ സീക്വൻസും. പിന്നെ മഞ്ജു വാര്യരാവട്ടെ, മറ്റ് ക്യാരക്ടേഴ്സ് ആവട്ടെ, എല്ലാവരും അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ആളുകൾ പറഞ്ഞു കേട്ടു മോഹൻലാലിന് ഒരു 5 ഡയലോഗേ ഉള്ളൂ, മോഹൻലാലിനെ തീരെ കാണിച്ചിട്ടില്ല, മോഹൻലാലിനെ കോമാളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ടു കേട്ടോ. പക്ഷേ ഈ ഒരു സിനിമയിൽ മോഹൻലാലിന് എവിടെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ അവിടെയൊക്കെ മോഹൻലാലിനെ വളരെ മനോഹരമായിട്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പൃഥ്വിരാജ് കാണിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ അവസാനത്തെ ഫൈറ്റ് സീക്വൻസ് എന്തിനാണ് പൃഥ്വിരാജിന് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് മോഹൻലാലിനെ ഒരു വെടിവേഷം കെട്ടിച്ചതെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു സ്റ്റണ്ട് സീനിൽ മോഹൻലാലിനും പൃഥ്വിരാജിനും ഒരേ ഇമ്പോർട്ടൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഓരോ ആൾക്കാരും ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രയോ ആളുകൾ ഒരുപാട് ദിവസങ്ങൾ എടുത്ത് അല്ലെങ്കിൽ ഒരു വർഷമോ 2 വർഷമോ അല്ലെങ്കിൽ ഒരുപാട് മാസങ്ങളെ എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഒരു സിനിമ പുറത്തേക്ക് ഇറക്കുന്നത്. നമ്മൾ ഒരുപാട് ആൾക്കാർ സിനിമ കാണുന്നു, പെട്ടെന്ന് നമുക്ക് ഇഷ്ടമായില്ല എന്നതുകൊണ്ട് മാത്രം ഒരു മോശം റിവ്യൂ നമ്മൾ പറഞ്ഞിട്ട് കൊണ്ട് പോകും. അപ്പം ആ റിവ്യൂ കേട്ടുകൊണ്ട് പല ആൾക്കാരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ ഉദ്ദേശിക്കുന്ന പല ആൾക്കാരും അത് തിയേറ്ററിൽ പോട്ടെ, ഇപ്പോൾ OTT വരട്ടെ, തിയേറ്ററിൽ വെറുതെ പോയിട്ട് പൈസ കളയണ്ട എന്നൊക്കെ ചിന്തിച്ചിട്ട് മാറി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ,
നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ റിവ്യൂ കേൾക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ചിട്ടോ ഒരു സിനിമയെ വിലയിരുത്താൻ പോകരുത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം അത്രയും നെഗറ്റീവ്സ് ഈ ഒരു സിനിമയ്ക്ക് പറഞ്ഞിട്ട് പോലും ഈ ഒരു സിനിമ പോയി നോക്കിയ സമയത്ത് ഇറ്റ് വാസ് ഓസം, അടിപൊളിയാണ്. നല്ല രീതിക്ക് തന്നെ പൃഥ്വിരാജ് ഈ ഒരു സിനിമ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ലൂസിഫർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അത് വേറെ തന്നെയാണ്, എമ്പുരാൻ വേറെ തന്നെയാണ്. ഒരിക്കലും ലൂസിഫറും എമ്പുരാനും തമ്മിൽ ഒരു കമ്പയർ ചെയ്യേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ ഒരു സിനിമ കാണാൻ, കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് എന്താ പറയുക വേറെ ലെവലാണ്.